ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്നെല്ലാം ചെയ്തിട്ടും കടങ്ങൾ മാറുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു തന്നെ, അപ്പോൾ പറയാം അത് ചെയ്തിട്ട് ശരിയാകുന്നില്ല, ഇത് ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങളുടെ വീടിനകത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇതുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടാതെ വരുന്നത്. അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കിൻ്റെ വേദന മാറുന്നതിന് ഒരു ഡോക്ടറുടെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി പേര് എന്നോട് ലൈവിലും അല്ലാത്ത വീഡിയോയിലും എല്ലാം വന്നേച്ച് ഒന്ന് നമ്പർ തരാമെന്ന് ഒത്തിരി പേരെന്നോട് ചോദിച്ചായിരുന്നു. അവരാരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ആണ്. നിങ്ങൾ ഇതിപ്പം നിങ്ങൾക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പം അതിനകത്ത് എൻ്റെ പേര് എഴുതിയിട്ടുണ്ടല്ലോ ചാനലിലെ, അത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പം എൻ്റെ ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് വീഡിയോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് ഞെക്കുമ്പോഴത്തേക്കും ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ ഇന്നലെ ഇട്ട വീഡിയോ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം ചിലരൊക്കെ വിളിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ മുഴുവനായിട്ട് കാണുക. ഞാൻ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്നതാണെന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക. ഞാൻ കഴിഞ്ഞ ദിവസം ഷാമ്പൂവിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനായിട്ടും. അതിന് എനിക്ക് ഇന്ന് വന്നേക്കുന്ന ഒരു കമൻറ്റാണ്, ചേച്ചി ഈ എണ്ണയ്ക്കകത്ത് എത്രമാത്രം വെള്ളം ചേർക്കണം, ഈ വെള്ളവും എണ്ണയും കൂടെ ഒന്നിച്ചാണോ ചേർക്കേണ്ടത്, ഇതെങ്ങനെയാണ്? ഞാൻ ഇതിനകത്ത് എണ്ണയും വെള്ളവും കൂടെ ചേർക്കുന്ന, എണ്ണ കാച്ചുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഒരു വീഡിയോയിൽ. ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് എണ്ണ തലയിൽ പുരട്ടിയതിന് ശേഷം ഇത് വാഷ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണ ഉപയോഗിക്കുന്ന ഒത്തിരി പെണ്ണ്, ഞാനൊക്കെ മുടിയിൽ എണ്ണ തേച്ചതിന് ശേഷമേ ഷാമ്പൂ ഇട്ട് കഴുകാറുള്ളൂ. അല്ലാതെ ഉണങ്ങി കിടക്കുന്ന മുടിയിലോട്ട് വീണ്ടും ഷാമ്പൂ ഇട്ട് കഴുകാറില്ല. അപ്പം അങ്ങനെ ആണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത്. അല്ലാതെ എണ്ണ അതിനകത്തോട്ട് ചേർക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നാമത് നിങ്ങൾ വീഡിയോ ശരിക്കും കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ വീടുകളിൽ ഹൈപ്പ് അടിക്കാനും കൂടെ മറക്കരുത്. മിക്കവരും ഇപ്പോൾ ഹൈപ്പ് അടിക്കുന്നില്ല കേട്ടോ, ലൈക്ക് അടിച്ച് പോകുന്നേ ഉള്ളൂ. ഹൈപ്പും കൂടെ അടിക്കുക. ഹൈപ്പ് അടിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ഇടാനായിട്ട് ഞാൻ പറഞ്ഞ ഹൈപ്പ് സൈഡിലോട്ട് തന്നെ നീക്കിയാൽ മതി. നിങ്ങൾ ഫോൺ പിടിച്ചേക്കുന്നതിൻ്റെ ആ വലത്ത് സൈഡിലോട്ട് തന്നെ അതിങ്ങനെ അങ്ങ് നീങ്ങിപ്പോക്കോളും. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം കേട്ടോ. ലൈക്ക് അടിച്ചതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാനായിട്ട് പറ്റാത്ത രീതിയിൽ വന്ന് ഹൈപ്പിൻ്റെ ഇതിങ്ങോട്ട് നീങ്ങി വരും. അത് അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് വിടാം. പോയിൻ്റ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്താലും നമ്മൾ പറയാറുണ്ട്. ഇപ്പം ചിലരൊക്കെ പറയുന്നുണ്ട്, ചേച്ചി അത് ചെയ്തിട്ട് ഒരു പ്രയോജനം കിട്ടിയില്ല, റിസൾട്ട് കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല, ഇങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ വീട്ടിൽ എന്നേലും ഒരു നെഗറ്റീവിൻ്റെ കൂടെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒന്ന് നോക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നും കൂടെ നോക്കുക. അപ്പം അതിൽ പ്രധാനപ്പെട്ടായിട്ട് പറയാനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിനകം വൃത്തിക്കും ഇതായിട്ടും കിടന്നാൽ മാത്രമേ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വരികയുള്ളൂ. നമുക്ക് ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ മൂദേവി കയറി ഇരിക്കത്തേ ഉള്ളൂ. ത്രിസന്ധി സമയത്തൊക്കെ പണ്ടൊക്കെ നമ്മളൊക്കെ ഈ വീട്ടിൽ കുഞ്ഞിലൊക്കെ ആയ സമയത്ത് ഈ മുറ്റത്ത് കിടന്ന് ചാടുകയും മറിയൊക്കെ ചെയ്യത്തില്ലേ, വിളക്കൊക്കെ കത്തിക്കാറാകുമ്പോഴത്തേക്ക് ത്രിസന്ധി സമയത്ത്. അപ്പം വീട്ടിലുള്ള കാരണവന്മാർ പറയത്തില്ലേ, മൂദേവിയെ വിളിച്ച് കയറ്റാൻ വേണ്ടി പിള്ളേർ കിടന്ന് വേളമ്പൊക്കെ പോയി കുളിച്ച് വൃത്തിയായിട്ട് വാ പിള്ളേരെ വിളക്ക് എത്തിക്കാൻ സമയമായി എന്നൊക്കെ പറയാറില്ലേ. എന്ന് പറയുന്നില്ല, അത് പണ്ടുള്ളവർ പറയുന്നതൊക്കെ കറക്റ്റാണ്. മൂദേവിയുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്. ഇത് മൂദേവി കയറി ഇരിക്കുന്നിടത്ത് ലക്ഷ്മി ദേവിയുടെ വാസം ഒരിക്കലും ഉണ്ടാകത്തില്ല. അവിടെ ലക്ഷ്മി ദേവി തിരിഞ്ഞ് നോക്കത്തേ ഇല്ല. അപ്പം നമ്മൾ പറയാറുണ്ട്, അയ്യോ ഞാൻ കൃത്യമായിട്ട് വിളക്ക് കത്തിക്കാറുണ്ട്, കൃത്യമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊരു മാറ്റവും ഇല്ല എന്ന് പറയാറുണ്ട്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം നമുക്ക് നല്ലതായിട്ട് കൊണ്ടുവരാം. ഈ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടാൽ നമുക്ക് കടം ഒഴിയത്തേ ഇല്ല. കടം ഒരിക്കലും മാറുകയില്ല. കടം മാറാതെ നമ്മൾ വീണ്ടും കടം മേടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. യാതൊരു സമ്പത്ത് വർധനയും നമ്മുടെ വീട്ടിലുണ്ടാകുകയില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്നല്ല, ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളതൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ മിക്കവരും കാണിക്കുന്ന ഇതാണ്. കൊച്ചു പിള്ളേരും കൂടെ ഒക്കെ ഉള്ള വീടാണെങ്കിൽ കുഞ്ഞുങ്ങളോടൊക്കെ പിന്നെ നമുക്കറിയാം, അത് നിങ്ങൾക്ക് അറിയത്തില്ല. വലിയവരും ചിലർ കാണിക്കാറുണ്ട്. മുഷിഞ്ഞ തുണി എവിടെയെങ്കിലും കൊണ്ടിടുക. ചിലപ്പോൾ കയറി വരുന്ന വാതിലിൻ്റെ അവിടെ മുഷിഞ്ഞ തുണി കിടക്കുന്നതാണ്. അത് പിള്ളേരിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇടുന്നതായിരിക്കാം. നമ്മളെ വീട്ടിലുള്ളവരൊന്ന് ശ്രദ്ധിച്ച് ആ വാതിക്കൽ ഇങ്ങനെ മുഷിഞ്ഞ തുണി നമ്മൾ ഇടാതിരിക്കുക. ആ മുഷിഞ്ഞ തുണി അങ്ങനെ കിടക്കുന്ന കണ്ടാൽ, അതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ആര് കണ്ടാലും, വീട്ടിലെ അമ്മമാർ തന്നെ എടുത്ത് വെക്കണമെന്നില്ല, വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ആ ഒരു വീടിന് ഗുണം കിട്ടിയാൽ ആ വീട്ടിൽ എല്ലാവർക്കും കൂടെ ആയിട്ടാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അല്ലാതെ അമ്മമാർക്ക് മാത്രമായിട്ടല്ല, എല്ലാവർക്കും കൂടെ ആയിട്ട്. അല്ലെങ്കിൽ അത് അമ്മയുടെ ജോലിയാ അല്ലെങ്കിൽ പെങ്ങളുടെ ജോലിയാ എന്നാരും ചിന്തിക്കേണ്ട. നിങ്ങളെല്ലാവർക്കും വീട്ടിൽ ആ കാര്യങ്ങൾ ചെയ്യാം. ആ മുഷിഞ്ഞ തുണി ആ കിടക്കുന്നിടത്തുനിന്ന് എടുത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ, അത് വെക്കേണ്ട എവിടെയാണെന്നുള്ളത് ഏറ്റവും അവസാനം ഞാൻ പറയാം. അതുപോലെ തന്നെ
വാതിലിൻ്റെ നേരെ നടവാതൊക്കെ കൊണ്ടുവന്ന് തുണി മുഷിഞ്ഞിടായിരിക്കും. ചിലരുണ്ട് കുളിച്ചേച്ച് വരുമ്പോൾ നനഞ്ഞ തോർത്ത് ഈറനിരിക്കുന്നത് അത് വാതുക്കെ വിരിച്ചിടുന്നവരുണ്ട്. അവിടെ എപ്പോഴും ഒരു അയ കാണും. ഈ വീടിൻ്റെ വാതുക്കെ നിങ്ങൾ അയ കെട്ടാതിരിക്കുക. ഈ കയറുന്നിടത്തായിട്ട് വെച്ചാൽ മഴയൊക്കെയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ വാതുക്കെ തന്നെ നെടുനീളം ഒരു അയ കെട്ടും. എന്നിട്ട് അതേലോട്ടാണ് ഈ നനഞ്ഞ തുണികളും ഈ തോർത്തും എല്ലാം കൊണ്ടിടുന്നത്. നമ്മുടെ നടവാതിൽ ഒരിക്കലും അടഞ്ഞു കിടക്കരുത്. നടവാതിൽ എന്ന് പറഞ്ഞാൽ പ്രധാന വാതിൽ, നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറ്, അതൊരിക്കലും അടഞ്ഞു കിടക്കരുതെന്നാണ് പറയുന്നത്. അത് അടഞ്ഞു കിടന്നാൽ അതിലേക്കൂടെ മൂദേവി കയറി വന്ന് നമ്മുടെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. ലക്ഷ്മി ദേവി അത് ആ വീട്ടിൽ കയറുകയല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്താണേലും നമ്മൾ ഈ മുഷിഞ്ഞ തുണി വിളക്ക് ചിലപ്പോൾ ഞങ്ങളുടെ ആണെങ്കിലും പൂജാമുറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൂജാമുറിയാണ്. അതിനകത്തൊരു കട്ടിലുണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം നമുക്ക് ആർക്കെങ്കിലും കിടക്കണമെങ്കിൽ കിടക്കും. നമ്മൾ വൃത്തിക്ക് സൂക്ഷിക്കണം. അങ്ങനെ ഉള്ള ശുദ്ധിവൃത്തിയോട് കൂടിയുള്ളവർക്ക് അതിനകത്ത് കിടക്കുകയൊക്കെ ചെയ്യാം. അതിനകത്ത് പൂജാമുറി ഒരു സൈഡിലോട്ട് ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള റൂമുകളിൽ മുഷിഞ്ഞ തുണികൾ കൊണ്ട് നിങ്ങൾ ഇടരുത്. ഈ വിളക്ക് കത്തിക്കുന്ന പൂജാമുറി, നമ്മൾ വിളക്ക് എവിടെ കത്തിക്കും, ചിലർ പൂജാമുറി ആയിരിക്കത്തില്ല, ചെറിയൊരു പലകയൊക്കെ വെച്ച് അവിടെ ആയിരിക്കും കത്തിക്കുന്നത്. അപ്പോൾ ആ മുറിയിലാണെങ്കിലും കൊണ്ട് നമ്മുടെ മുഷിഞ്ഞ തുണി, അപ്പോൾ എല്ലാവരും ഓർക്കും വിളക്ക് കത്തിക്കുന്ന ഇങ്ങോട്ട് നീക്കിയല്ലേ, അവിടെ അല്ലല്ലോ ഇടുന്നത്, ഇങ്ങോട്ട് ഒതുക്കിയല്ലേ ഇടുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതും നമ്മുടെ വീട്ടിൽ ദോഷങ്ങളും ദുരിതങ്ങളും മാത്രമേ വരുള്ളൂ. അതുപോലെ ചിലർ ചെയ്യുന്ന പരിപാടിയുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മേശ, ഡൈനിങ് ടേബിൾ, അത് മേശയോ ഡൈനിങ് ടേബിളോ എന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾ അതിനകത്ത് ചിലത് ചെറിയൊരു മേശ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ടീപ്പ പോലെ ആയിരിക്കാം. എന്നാണെങ്കിലും നമ്മൾ ആ ഭക്ഷണം വെച്ച് കഴിക്കുന്നതിൻ്റെ പുറത്തുകൊണ്ട് മുഷിഞ്ഞ തുണി വെക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ നേരം ആയിരിക്കും അതെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നത്. അത് മാറ്റി വെക്കുന്നത് എങ്ങോട്ടായിരിക്കും? ചിലപ്പോൾ ആയിരിക്കുന്ന കസേരയിലോട്ടായിരിക്കും. അതും നമുക്ക് ഒരിക്കലും ഒരു ഇത് കിട്ടത്തില്ല. നമുക്ക് എന്നും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കാര്യം വീട്ടിൽ പട്ടിണി കാണുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ മുഷിഞ്ഞ തുണി ഇട്ടാൽ. പിന്നെ മുഷിഞ്ഞ തുണി ഇടുന്നത് കട്ടിലേൽ, നമ്മൾ കിടക്കുന്ന കട്ടിലേൽ നമ്മൾ മുഷിഞ്ഞ തുണി ഇടാറുണ്ട്. അങ്ങനെ നമ്മൾ മുഷിഞ്ഞ തുണി കട്ടിലേൽ ഇടാറുണ്ട്. കട്ടിലിൻ്റെ മുകളിൽ ആണിയടിച്ച് തൂക്കിയിടാറുണ്ട്. പിന്നെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഒക്കെ ഡോറിൻ്റെ അവിടെ നമ്മൾ ആണിയടിച്ച് ഇങ്ങനെ ഷർട്ടൊക്കെ മുഷിഞ്ഞ് തൂക്കിയിടാറുണ്ട്. നമ്മൾ ഈ മുഷിഞ്ഞ തുണികൾ നമ്മൾ ഇടുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ മുഷിഞ്ഞ തുണി, ഒരു തുണി തന്നെ കുറേ പ്രാവശ്യം നമ്മളിട്ട് മുഷിയാൻ നിൽക്കരുത്. ഒരു പ്രാവശ്യം ഇട്ട് അത് ഇച്ചിരി മുഷിഞ്ഞാണെങ്കിൽ നമ്മളത് കഴുകാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. അല്ലാതെ നമ്മളത് കഴുകാതെ അത് വീണ്ടും അവിടെ തൂക്കിയിട്ട് അത് തന്നെ മുഷിഞ്ഞ തുണി വീണ്ടും നമ്മൾ ഇടുന്നതും നമുക്ക് നെഗറ്റീവാണ് വരുത്തുന്നത്. അതുകൊണ്ട് മുഷിഞ്ഞ തുണികൾ നമ്മൾ എപ്പോഴും കഴുകുക തന്നെ ചെയ്യുക. അത് വീണ്ടും ചിലർ നമ്മൾ പറയത്തില്ല ഈ അടുത്ത് വന്നത് എന്നാ നാറ്റമെന്ന് പറയും. കാര്യം ഈ മുഷിഞ്ഞ തുണി കഴുകാതെ അത് തൂക്കിയിട്ട് വീണ്ടും ഇടുന്നതാണ് അങ്ങനെ വരുന്നത്. അതൊക്കെ നമ്മുടെ വീടിനെ തന്നെയാണ് ആ നെഗറ്റീവ് നമുക്ക് ബാധിക്കുന്നത്. ബെഡ്റൂമിൻ്റെ തന്നെയല്ല, ഒരു റൂമിൻ്റെ ഡോറിൽ ആണിയടിച്ച് അതിൽ തൂക്കിയിടാതിരിക്കുക മുഷിഞ്ഞ തുണി. പിന്നെ ചിലർ കാണിക്കുന്ന പരിപാടി ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴേ ഊരി കട്ടിലിൻ്റെ ഒരു മൂലക്കോട്ട് ഊരി തട്ടി അങ്ങോട്ടിടും. അങ്ങനെ ഇടാതെ ഇരിക്കുകയാണ്. അങ്ങനെ കൂടിക്കിടക്കുന്ന തുണിയും അത് അവിടെ കിടക്കും. അവിടെ കിടന്ന് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും എടുത്ത് കഴുകുന്നത്. അതും നമ്മുടെ വീട്ടിൽ രോഗം ഒഴിയത്തേയില്ല. എപ്പോഴും അസുഖങ്ങളായിരിക്കും. അസുഖങ്ങൾ വന്നാൽ തന്നെ നമുക്കറിയാലോ, നമുക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണത്തില്ല. നമ്മുടെ കൈ 10 പൈസ ഇരിക്കത്തില്ല. നമ്മൾ കടം മേടിച്ച് മുടിയത്തേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് രോഗം വരാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി കയറിപ്പോയോ നമുക്ക് ഇപ്പോഴത്തെ ആശുപത്രിയിലെ ബില്ലും കാര്യങ്ങളും വെച്ച് നോക്കാമെങ്കിൽ ഒറ്റ കയറ്റത്തോടു കൂടി കുടുംബം മുടിയും. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ സൈഡിലോ ഒന്നും മുഷിഞ്ഞ തുണികൾ ഇടാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുക. പിന്നെ കഴുകി ഉണങ്ങി വെക്കുന്ന തുണികളില്ലേ, നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൽ ലക്ഷ്മി ദേവി കടാക്ഷം ഉണ്ടാകുന്നതാണ്. കഴുകി ഉണങ്ങി ഇരിക്കുന്ന തുണികളിൽ ചിലർ എന്നെ എടുക്കുന്നത് വെച്ചാൽ ഈ കഴുകി ഉണങ്ങിയ തുണി കട്ടിലേക്ക് കൊണ്ടുവെക്കും. എന്നിട്ട് അത് അവിടെ ഇരിക്കും. അതിൻ്റെ അല്ലെങ്കിൽ ഒരു മേശയിലോ അല്ലെങ്കിൽ ഒരു ടീപ്പോടെ പുറത്തോ എവിടെയെങ്കിലും ഒരു കസേരയിൽ വെക്കും. എന്നിട്ട് എന്നാന്നറിയോ, അതിൻ്റെ പുറത്തോട്ടുണ്ട് ഈ മുഷിഞ്ഞ തുണികൾ കൊണ്ടിടും. ഈ കഴുകി ഉണങ്ങി വെച്ചേക്കുന്ന തുണിയുടെ പുറത്തോട്ട് മുഷിഞ്ഞ തുണികൾ കൊണ്ടിടും. അങ്ങനെ നമ്മൾ ചെയ്താലേ ഉണ്ടല്ലോ നമുക്ക് പൈസ നമ്മുടെ കയ്യിലുള്ളത് എതുവഴിയാണ് നമ്മൾ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. നമുക്ക് കിട്ടുന്ന പൈസ നമ്മുടെ കൈ നമുക്ക് സുരുക്കൂട്ടി വെക്കാനേ പറ്റത്തില്ല. അത് നമ്മുടെ കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് നമുക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്ക് സമ്പാദിച്ച് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാകും. മിക്കവരും കാണിക്കുന്ന പരിപാടിയാണ് അത് കഴുകി ഉണങ്ങിയ തുണിയെല്ലാം നല്ലപോലെ അടുക്കി വൃത്തിയാക്കി കൊണ്ടുവെക്കും. പക്ഷെ അതൊരു തലമാരിയിലോട്ട് വെക്കത്തില്ലായിരിക്കും, അത് ആ വെളിയിലിരിക്കും. അല്ലെങ്കിൽ കഴുകിയ തുണി നമ്മൾ മടക്കാൻ വേണ്ടി കൊണ്ടിടും. അത് പക്ഷേ അവിടെ കിടക്കും ഒരാഴ്ചയോളം. അവിടെ കിടക്കുന്ന ആ തുണിയുടെ പുറത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇട്ടേ സ്വർണ്ണം ഊരിയിടുന്നത്. അങ്ങനെ വരുന്നതുമാണ് നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ പൈസ നിൽക്കത്തില്ല. നമുക്ക് കടത്തിന് പുറത്ത് കടങ്ങളാകത്തേ ഉള്ളൂ. അങ്ങനെ വരുന്നിടത്തും ഒരു നെഗറ്റീവാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പറയും ഞാൻ കഴുകി വെച്ച തുണിയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ അതിലും നെഗറ്റീവാണ് ഉണ്ടാകുന്നത്. പോസിറ്റീവായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല.
ഇനി നിങ്ങൾ ചോദിക്കും, അപ്പം ഈ തുണികളൊക്കെ എവിടെയാണ് വീട്ടിൽ വെക്കുന്നതെന്ന്. നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് നമുക്ക് ഈ കഴുകാനുള്ള തുണികൾ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു തുണിക്കകത്ത്, ഇനിയിപ്പോൾ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു തുണിക്കകത്ത് ഒന്നിച്ചെല്ലാം കൂടെ കെട്ടി വെക്കുകയോ ചെയ്യാം നമുക്ക്. പക്ഷേ ഇത് ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ ആ പടിഞ്ഞാറ് വശത്ത് വെച്ചേക്കരുത്. ഇപ്പം അന്നുള്ള തുണികൾ അന്ന് നിങ്ങൾ കഴുകുക. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്നേലും ഒരു വയ്യാഴികയാണ്, സുഖമില്ലാഴികയാണ്, നമുക്ക് അന്നത് കഴുകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്നതെങ്കിലും നമ്മളതിൽ പുറത്തോട്ടൊന്ന് പോയി നമുക്ക് അന്നത്തെ ദിവസം തുണി കഴുകിടാൻ പറ്റിയില്ലെങ്കിൽ അത് പിറ്റേ ദിവസം ആണെങ്കിലും നിങ്ങളത് കഴുകിയിട്ടാൽ മതി. അതിൽ കൂടുതൽ ദിവസങ്ങളിൽ 1, 2, 3 ദിവസം നമുക്കതിൽ വെക്കാം. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ ആ തുണികൾ അവിടെ ഇട്ട് ഇങ്ങനെ മുഷിപ്പിക്കരുത്. മുഷിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനനഷ്ടങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ധനം ഇതുവഴി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് കടങ്ങളും ഈ ദാരിദ്ര്യങ്ങളും എല്ലാം വീടുകളിലും ഉണ്ടാകുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പക്ഷേ ഒന്നിനും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി, വീടിനകം എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ കിടപ്പുണ്ടോ എന്നോർത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള മുഷിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു മുഷിഞ്ഞ തുണിയും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കൂട്ടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ മൂദേവിയാണ് നമ്മുടെ വീട്ടിൽ വന്ന് അത് നെഗറ്റീവാണ് നമ്മുടെ വീട് മൊത്തം ആക്കുന്നത്. വീട്ടിൽ മൊത്തം നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതലും. കാര്യം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് മാനസിക ബുദ്ധിമുട്ടുകൾ വരുന്നത്. മനസ്സ് നമുക്ക് നോർമൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ക്ഷീണം തോന്നും, ശരീരത്തിന് ക്ഷീണം തോന്നും, ഇല്ലേ? നമുക്ക് എത്ര വയ്യാഴിക ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് നല്ല ഇതാണെങ്കിൽ നമുക്ക് ആ വയ്യാഴിക പോലും നമ്മൾ ഓർക്കുകയില്ല. നമുക്ക് സന്തോഷവും കാര്യങ്ങളും ആണെങ്കിൽ. അതേസമയം നമുക്ക് ശരീരത്തിന് ഓരോ അസുഖങ്ങളില്ലെങ്കിലും നമ്മുടെ മനസ്സ് ഒന്ന് മൂടോഫായി പോയെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിന് നമ്മൾ പറയത്തില്ലേ, ഒന്നും ചെയ്യാനൊരു ഇത് തോന്നുന്നില്ല. നമ്മുടെ ശരീരത്തിനല്ല അത് പ്രശ്നം, നമ്മുടെ മനസ്സിനാണ് പ്രശ്നം. അപ്പം നമുക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മളപ്പം ഇങ്ങനെയുള്ള അത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവാണ് നമ്മളിലേക്ക് അതെല്ലാം കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഷിഞ്ഞ തുണികളൊക്കെ ഇങ്ങനെ കൂട്ടിയിടാതെ, അതുപോലെ പൂജാമുറിയുടെ അവിടുന്ന് നേരെ അയകെട്ടൽ, പൂജാമുറിയുടെ വാതിലിന് നേരെ അയകെട്ടൽ എന്നാണ് പറയുന്നത്. നമ്മൾ മഴയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ വീടിനകം മൊത്തം അയ കെട്ടാറുണ്ട് തുണിയൊക്കെ വിരിച്ചിടാനായിട്ട്. പക്ഷേ അങ്ങനെ വിരിച്ചിട്ടാലും നമ്മൾ 1-2 ദിവസം കഴിയുമ്പോൾ തുണി മടക്കിയെടുത്ത് വെക്കുക. അവിടെ ഇട്ടേക്കല്ലോ മാസങ്ങളോളം. അപ്പോൾ ഇനി അവിടെ നിന്നായിരിക്കും എടുത്തിടുന്നത്, ഇടാൻ നേരമായിരിക്കും പോയി എടുക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യരുത്. പൂജാമുറിയുടെ വാതിലിന് നേരെ നമ്മൾ കെട്ടക്കാരും വിളക്ക് കത്തിക്കുമ്പോൾ ഈ തുണികൾ ആ മറയായിട്ട് കിടക്കുന്നത് നമുക്ക് ദോഷമാണ്. വിളക്ക് കത്തിക്കും നമ്മൾ തന്നെ സന്ധ്യ സമയത്ത് നമ്മൾ പറയാറില്ലേ, ലക്ഷ്മി ദേവിയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഡോറ് തുറന്നിടണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ചെരുപ്പിടാൻ പാടില്ല. ആ സമയത്ത് ചെരുപ്പൊക്കെ നമ്മളെടുത്ത് മാറ്റി, ഇപ്പോൾ ആരെങ്കിലും കൊണ്ട് ഇട്ടേക്കുന്നതാണെങ്കിൽ പോലും ഒരു ചെരുപ്പങ്ങാനും കിടപ്പുള്ളത് പോലും നമ്മൾ ആ ചെരുപ്പാണെങ്കിൽ പോലും മാറ്റി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അത് നമ്മൾ ലക്ഷ്മി ദേവിയെ നമ്മളകത്തേക്ക് സ്വീകരിക്കുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിലെ മാറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരിക്കലും മാറുകയില്ല. നമ്മൾ എന്നതെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, എന്നെല്ലാം പൂജകൾ ചെയ്തെന്ന് പറഞ്ഞാൽ, എന്നെല്ലാം മന്ത്രങ്ങൾ ചൊല്ലിയെന്ന് പറഞ്ഞാലും, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ദോഷം തന്നെയായിരിക്കും. ചിലർ ജനലെ കൊണ്ട് തിരികെ വെക്കാറുണ്ട്. ഈ ജനലെ കൊണ്ട് തിരികെ വെക്കുന്നതും ദോഷമാണ്. അതൊക്കെ നമ്മൾ ജനലൊക്കെ നമ്മൾ തുറന്നിട്ട് അതിനകത്ത് നിന്നൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇത് നമുക്കകത്തേക്ക് കയറേണ്ടതാണ്. അവിടെയൊക്കെ കൊണ്ട് തുണികളൊക്കെ തിരികെ വെക്കുന്ന മുഷിഞ്ഞ തുണികളാണെങ്കിലും കഴുകിയ തുണികളാണെങ്കിലും അവിടെ ഒന്നും കൊണ്ട് തിരികെ വെക്കരുത്. അതൊക്കെ അങ്ങനെ ഒന്നും ചെയ്യാതെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന അറിവുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോടേക്ക് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി അതല്ലാത്ത രീതിയിലാക്കുക. എല്ലാം വൃത്തിയാക്കി ഇടുക. കട്ടിലൊക്കെ തുണികളൊക്കെ ഇട്ട് നമുക്ക് രോഗങ്ങൾ ഒഴിയത്തേയില്ല. കട്ടിലൊക്കെ തുണികളിട്ടാൽ എന്നും രോഗങ്ങളായിരിക്കും വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ധനനഷ്ടങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ, പരിധി വരെയല്ല നല്ലപോലെ ശ്രദ്ധിച്ചാൽ നല്ല മാറ്റങ്ങൾ വീടിനുണ്ടാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.